തുല്യപുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ വിവരം ക്ലാസ് ഉണ്ടെന്നുള്ളത് വേൾഡ് മലയാളി വംശാവലി മലപ്പുറം ഗ്രൂപ്പിൽ നിന്നാണ് അറിയുന്നത്. അപ്പോൾ കൂടുതൽ വെറൈറ്റികൾ പരീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ബിരിയാണിയുടെ ഒരു വെറൈറ്റി കണ്ടെത്താനുള്ള നിലപാട് ഞാൻ ക്ലാസ്സിലാണ്. കേക്ക്, സ്നാക്സ്, അതുപോലെ എല്ലാ ഐറ്റംസും വീട്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ബിരിയാണിയും എല്ലാതും ഉണ്ട്. കൂടുതൽ എന്താ പറയുക, വെറൈറ്റിയാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് 1-2 വിന്നറാണ്. പിന്നെ വനിതയുടെ വിന്നറാണ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റില്. അതേപോലെ ഇപ്രാവശ്യത്തെ ഗൃഹലക്ഷ്മി വിന്നറാണ്. അതിലൊക്കെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ഇനായ തേങ്ങാപ്പൊങ്ങും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഹലുവായിരുന്നു. തേങ്ങാപ്പൊങ്ങും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഹലുവ ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ ഭാവിയിൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒരു കച്ചവടക്കാരി എന്നോട് പറഞ്ഞു. ഞാൻ നമുക്ക് സംസാരിക്കാം. ഇന്ന് മൈക്ക് വാങ്ങിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വരെ കഥ ഞാൻ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ആൾക്കാരെ ഹലുവ എനിക്ക് വിപണിയിൽ എത്തിക്കണം എന്നുണ്ട്. അതിന് എനിക്ക് ഒരാളുടെ എത്തിക്കാം. ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല. പിന്നെ എന്റെ ഹസ്ബൻഡ് കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടെങ്കിലും കൂടി ആൾക്ക് വലിയ ധൈര്യമൊന്നുമില്ല. അപ്പൊ എനിക്കത് വിപണിയിൽ എത്തിച്ചിട്ട് എല്ലാവർക്കത് ഒരു നല്ല അഭിപ്രായം പറയാനുള്ളൊരു വിപണനം ആക്കണം എന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സാറിന്റെ ക്ലാസ് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ട് പിന്നെ ഇവിടെ കഴിച്ചിട്ടുള്ള ഓരോ വിഭവം വെറൈറ്റി ആയിരുന്നു. പിന്നെ ഞാൻ 5 കിലോ ബിരിയാണി വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ പഠിച്ചാൽ സംഗതിയാക്കി തരണം.